ഡാൻഡാൻ ഈ സീസണിൽ തന്നെ ഏറ്റവും ഹൈപ്ഡ് ആയിട്ടുള്ള ഒരു ആനിമെ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ഫസ്റ്റ് സീസൺ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സീസൺ ഇപ്പൊ ചിലപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. കാരണം പലർക്കും പല കാരണങ്ങളുണ്ടാവും ഫോളോ അപ്പ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പക്ഷെ ഫസ്റ്റ് സീസൺ കണ്ടവർക്ക് ഇനി എന്താ മുന്നോട്ട് നടക്കാൻ പോകുന്നതെന്ന് അറിയാൻ നല്ല താല്പര്യം ഉണ്ടാവും. സോ അതാണ് ഈ വീഡിയോ. ഡാൻഡ്രാന്റെ സീസൺ 2 എന്താ നടക്കുന്നതെന്നും എന്താ നടക്കാൻ പോകുന്നതെന്നും. ആൻഡ് ഈ പുതിയ സീസണിലാണ് ഈവൾ എന്നുള്ള ഒരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് ഈ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ നമ്മുടെ ജിജി ആണ്. ആൻഡ് ജിജി ആണ് ഈവളായി ആയിട്ട് മാറുന്നത്. ആൻഡ് അതെങ്ങനെയാണ് മാറുന്നത്, എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്, ജിജി വേഴ്സസ് ഒക്കർ എന്നുള്ള ഫൈറ്റ് എങ്ങനെയാണ് നടക്കുന്നത്, എല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഡാൻഡാൻ, കീപ് വാച്ചിങ്. അതിന് നിങ്ങൾ സീസൺ 2 സ്റ്റാർട്ടിങ്ങിലും കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ജിജിയുടെ ലൈഫിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നടക്കുന്നതെന്ന്. അല്ലെങ്കിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. ജിജി താമസിക്കുന്ന ആ വീട്ടിലായിരിക്കും ജിജിയുടെ അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക. അതും ബാൽക്കണിയിൽ നിന്ന് താഴോട്ട് ചാടിയിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും, മരിച്ച പോലെ. ആൻഡ് ജിജി താമസിക്കുന്ന വീടിന്റെ അടിയിലായിരിക്കും മാൻ ഈറ്റിംഗ് വേം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ഭീമാകാരമായിട്ടുള്ള ഒരു വേം ഉണ്ടാവുക. ആൻഡ് ഈ വലിയ പുഴു അത് ഒരുപാട് വർഷങ്ങളായിട്ട് ആ വീടിന്റെ അടിയിലാണ്. ആ വീടിന്റെ അടി എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും വലിയൊരു സ്ഥലമാണ്. ആൻഡ് എത്ര കാലം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100-200 വർഷങ്ങളായിട്ട് അത് അവിടെ ഉണ്ട്. ആൻഡ് ഈ വീടിന്റെ ഉള്ളിലോട്ട് പോയ ജീജിനെയും ഒക്കറിനെയും മോമോയും ഈ വേം അറ്റാക്ക് ചെയ്യും. ആൻഡ് ഈ വേമിനെ അറ്റാക്ക് നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ഒരു വീടിന്റെ ഉള്ളിലോട്ട് കയറും. ആൻഡ് ഈ വീടിന്റെ ഉള്ളിലോട്ട് കയറിയതിനു ശേഷം മോമോയും അതുപോലെ ഒക്കറിനും അവരെ തന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും, സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇവിടെ ജീജി അവർ രണ്ടുപേരും മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, അവരെ രക്ഷിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. ആൻഡ് ഇതേപോലത്തെ സംഭവമായിരിക്കും അവന്റെ അച്ഛന്റെ അമ്മ അടുത്ത് ഉണ്ടായിട്ടുണ്ടാവുക. ആ കാര്യം അവനിപ്പോ മനസ്സിലാവും, ജിജിക്ക് ഇപ്പൊ മനസ്സിലാവും. ആൻഡ് ഇവിടെ ടർബോ ഗ്രാനി ഉണ്ടാവും. ആൻഡ് ടർബോ ഗ്രാനിയുടെ അടുത്ത് ജിജി ചോദിക്കും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴായിരിക്കും ടർബോ ഗ്രാനി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക ഇതെല്ലാം നടക്കുന്നത് ആ വേമ് കാരണമാണ്. ആ വേമ് ഒരു തരത്തിലുള്ള സൈക്കിക് എനർജി അവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അത് മനുഷ്യന്മാരുടെ മേത്ത് തട്ടുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ത്വര വരും. അപ്പൊ ജിജി ടർബോ ഗ്രാനിയുടെ അടുത്ത് ചോദിക്കും അവൻ എന്താണ് ഇതുകൊണ്ട് അഫക്റ്റ് ആവാത്തത്, അവൻ എന്താണ് മരിക്കാൻ തോന്നാത്തതെന്ന് ചോദിക്കും. ആൻഡ് ഇതിന്റെ ആൻസർ ടർബോ ഗ്രാനി ഇങ്ങനെ പറയാൻ നിൽക്കുമ്പോഴായിരിക്കും ആ വേമ് പിന്നെ അറ്റാക്ക് ചെയ്യുന്നത്. ആൻഡ് മോമോ അവളെ തന്നെ വീണ്ടും കൊല്ലാൻ വേണ്ടി അവളെ പവർ യൂസ് ചെയ്യും. പക്ഷെ ജിജി അവിടെയും കയറി നിന്നിട്ട് അത് തടയും. അപ്പോ ഈ വേമ് ജിജിയുടെ അടുത്ത് ഈ പവർ എമിറ്റ് ചെയ്യും. പക്ഷെ ജിജിയുടെ മേത്ത് അത് ഏൽക്കുന്നുണ്ടാവില്ല. പക്ഷെ മോമോയുടെ അടുത്ത് ഭയങ്കരമായിട്ട് അഫക്റ്റ് ആവുന്നുണ്ടാവും. മോമോ അവളെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ടർബോ ഗ്രാനിനെ മാറ്റി നിർത്തും, ഒക്കറിനെ മാറ്റി നിർത്തും. ആൻഡ് അവളെ തന്നെ കൊല്ലാൻ വേണ്ടി ഒരുപാട് നോക്കും. പക്ഷെ ജിജി ഇടയിൽ കയറിയിട്ട് ഒരു കത്തി പോലുള്ള സാധനം അവന്റെ കയ്യിൽ തന്നെ അവൻ ഏൽക്കും. ആൻഡ് ഇതുകൊണ്ട് തന്നെ ജിജിക്ക് ഭയങ്കര ഡാമേജ് ഏൽക്കുന്നുണ്ടാവും. പക്ഷെ ജിജി അവിടുന്ന് മോമോയും ഒക്കറിനും അതുപോലെ തന്നെ ടർബോ ഗ്രാനിനെ എടുത്തിട്ട് ആ വീട്ടിൽ നിന്ന്, അതായത് മൊത്തം ബേസ്മെന്റിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി നോക്കും. പക്ഷെ അവിടുന്ന് ഓടിയിട്ട് അവനൊരു സ്ഥലത്ത് എത്തുമ്പോൾ ആ വേമ് അവന്റെ മുന്നിൽ വന്ന് നിൽക്കും. ആൻഡ് അവന്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അവിടുന്ന് സൈക്കിക് പവേഴ്സ് എമിറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ പെട്ടെന്ന് ജിജിയുടെ മുന്നിൽ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു രൂപം വന്ന് അവിടെ നിൽക്കും. ആൻഡ് ഇതൊരു മനുഷ്യനെന്നല്ല, ഒരു സം കൈൻഡ് ഓഫ് കേഴ്സ് പോലെ. ആൻഡ് ഈ രൂപം അവിടെ വന്നതിന് ശേഷം ഒരു തരത്തിലുള്ള ഒരു എനർജി അവിടെ നിന്ന് പുറപ്പെടുവിപ്പിക്കും. ആൻഡ് ഈ എനർജി കാരണം തന്നെ മോമോ ആൻഡ് ഒക്കറും രണ്ടുപേരും തിരിച്ച് കോൺഷ്യസിലോട്ട് വരും. ആൻഡ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ ക്യാരക്ടർ നല്ലതായിരിക്കുന്നു. പക്ഷേ ഈ ക്യാരക്ടറിനെ പറ്റിയിട്ട് അവിടെ ടർബോ ഗ്രാനി എക്സ്പ്ലെയിൻ ചെയ്യും. അവന്റെ കണ്ണിൽ നോക്കരുത്, അവൻ ഈവിളൈ ആണെന്ന് പറയും. ആൻഡ് എങ്ങനെയാണോ ആ പുഴു ഇത്ര നേരം എല്ലാരെയും കൺട്രോൾ ചെയ്തത് അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാൻ ഇവനും പറ്റും. അപ്പൊ ഇവര് ചോദിക്കും, അതായത് ജിജി ചോദിക്കും ഇപ്പോഴെന്താ അത് ആരും കൺട്രോൾ ചെയ്യാത്തെന്ന് ചോദിക്കും. അപ്പൊ അതിന് മറുപടിയായിട്ട് ഗ്രാനി പറയും അവർ രണ്ടുപേരും ഒരു തരത്തിലുള്ള എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്, ആരാണ് കൂടുതൽ സ്ട്രോങ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. സോ അതിപ്പോ നിങ്ങളുടെ മേത്ത് അഫക്റ്റ് ആവത്തില്ല എന്ന് പറയും. ആൻഡ് ഇവളേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സെയിം ആയിട്ട് നിങ്ങളെ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളെ വീണ്ടും സൂയിസൈഡിലോട്ട് കൊണ്ടുപോകാം. പക്ഷെ അവർ തമ്മിലാണ് ഇപ്പൊ മാച്ച്, അതുകൊണ്ട് ഇപ്പൊ നിങ്ങളുടെ മേത്ത് അത് വരുന്നില്ല. ഈ സമയം മുതലാക്കിക്കൊണ്ട് ഒക്കറാൻ അവിടെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. ആൻഡ് ആ വാമിനെ 2 കഷ്ണായിട്ട് വെട്ടും. പക്ഷെ ഒരു കാര്യം ഉണ്ടാവില്ല, ആ വേമ് വീണ്ടും റീജനറേറ്റ് ആവും. വേറെ വഴിയൊന്നും ഇല്ലാന്ന് കണ്ടപ്പോൾ ഇവര് 3 പേരും അവിടുന്ന് ഓടാൻ തുടങ്ങും. ആൻഡ് ഇവർ ഓടാൻ തുടങ്ങിയപ്പോൾ ആ വേമും അതുപോലെ തന്നെ ഈ ഈവിളയും ഇവരുടെ പിന്നാലെ കൂടാൻ തുടങ്ങും. ആൻഡ് ഈ ഈവിളൈ ആണെന്നുണ്ടെങ്കിൽ ജിജിയുടെ പിന്നാലെ ആയിരിക്കും പോകുന്നുണ്ടാവുക, ഒരുമാതിരി ജിജിനെ ഒട്ടിച്ചേരാന്ന പോലെ. ആൻഡ് ടർബോ ഗ്രാനി പറയുന്നുണ്ടാവും അതിന്റെ കണ്ണിലോട്ട് നോക്കരുതെന്ന്. പക്ഷെ അപ്പോഴേക്കും സമയം ഒരുപാട് വഴിയുണ്ടാവും. ജിജി ഓൾറെഡി അതിന്റെ കണ്ണിലോട്ട് നോക്കിയിട്ടുണ്ടാവും. ആൻഡ് ഒരു തരത്തിലുള്ള ഇലൂഷൻ ആ ഈവിളായി ജിജിക്ക് കാണിച്ചു കൊടുക്കും. ആൻഡ് ആ ഇലൂഷൻ ഒരു ചെറിയ കുട്ടിയുടെ പാസ്റ്റ് ആയിരിക്കും. ആ ചെറിയ കുട്ടി ബാക്കിയുള്ള കുട്ടികളെ പോലെ തന്നെ ഒപ്പം കളിക്കണം, അങ്ങനെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു കുട്ടിയായിരിക്കും. ആൻഡ് ഭയങ്കര ട്രാജഡിക് ആയിട്ട് ആ കുട്ടി മരിച്ചു പോകും. ആൻഡ് മരിച്ചു പോയി കഴിഞ്ഞെങ്കിൽ പോലും പ്രേതമായിട്ടും അവൻ ബാക്കിയുള്ള പിള്ളേരുടെ ഒപ്പം കളിക്കണം എന്നൊക്കെ ആലോചിക്കും. പക്ഷെ സം കൈൻഡ് ഓഫ് എനർജി കാരണം അവന്റെ അടുത്തുള്ള, അതായത് ആ പ്രേതത്തിന് ശേഷം അവന്റെ അടുത്ത് ആരൊക്കെയാണ് വരുന്നത് അവരെല്ലാവരും ആത്മഹത്യയായിരിക്കും, കുട്ടികൾ ഒഴിച്ചിട്ട്. ആൻഡ് ഒരുപാട് ബലി കാരണം തന്നെ ഇവന്റെ മുഖവും ഇവന്റെ മെന്റൽ സ്റ്റേറ്റും എല്ലാം ഭയങ്കരമായിട്ട് ട്രാജഡിക് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇത്രയും സാഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി കണ്ടിട്ട് ജിജിയും ഭയങ്കരമായിട്ട് ഇമോഷണലാവും ഇതെല്ലാം കണ്ടിട്ട്. ആൻഡ് ഈ ഇമോഷനെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഈവിളായി ജിജിയെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങും. പക്ഷെ മോമ അവളുടെ സൈക്കിക് പവർ ഉപയോഗിച്ചിട്ട്
ഇവർ രണ്ടുപേരെയും വേർപിടുത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ആ വേമും ഉണ്ട്, ആ വേമും ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ആൻഡ് ഇവിടെ ടർബോഗ്രാനി ഇവിടെ വിളിച്ച് പറയുന്നുണ്ടാവും, അത് ഒരു തരത്തിലുള്ള ഈവിളൈ ആണ്, നീ ഒരിക്കലും അതിന്റെ കാര്യങ്ങളൊന്നും വിശ്വസിക്കരുത്, അതിനെ ട്രാപ്പ് ചെയ്യാണെന്ന് പറയും. പക്ഷെ ഇതൊന്നും ജീജി വിശ്വസിക്കുന്നുണ്ടാവില്ല. പക്ഷെ ജീജി മനസ്സിലാക്കി വെച്ചത് ഇപ്പൊ ആ മരിച്ച ചെറിയ കുട്ടിയുടെ ആത്മാവാണിത്, അതിന് ജസ്റ്റ് ബാക്കിയുള്ള കുട്ടികളെ പോലെ കളിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജീജി അത് ആലോചിച്ചിട്ട് അവന്റെ കൂടെ കളിക്കാന്ന് പറയും. ആൻഡ് അതുകൊണ്ട് തന്നെ ജീജി എടുത്തുകൊണ്ട് ഈ ബേസ്മെന്റിന്റെ ഏറ്റവും അടിയിലുള്ള റൂമിലോട്ട് ഈ ഇവളായി പോവും. ആൻഡ് അവിടെ എത്തുമ്പോഴായിരിക്കും അതിന്റെ ബോഡി കാണുക, ആ കുട്ടിയുടെ ബലി കൊടുത്ത ബോഡി ആയിരിക്കും അത്. ആൻഡ് ഇവിടെയും ടർബോഗ്രാനി വാൺ ചെയ്യുന്നുണ്ടാവും, സിമ്പതൈസ് ആവണ്ട, അത് തന്നെ പറ്റിയാണെന്നെല്ലാം പറഞ്ഞിട്ട്. പക്ഷെ ജീജി ഒന്നും വിശ്വസിക്കുന്നുണ്ടാവില്ല. ജീജി ജസ്റ്റ് അതൊരു ചെറിയ കുട്ടിയാണ്, അവൻ എല്ലാവരുടെ പോലെ തന്നെ കളിക്കണം എന്ന് മാത്രമേ വിചാരിക്കുന്നുണ്ടാവുള്ളൂ. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഇവളെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സം കൈൻഡ് ഓഫ് മ്യൂക്കസ് അവിടെ പുറത്തുപിടിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒക്കറണും അതുപോലെ തന്നെ ടർബോഗ്രാനി എല്ലാവരും അവിടെ ഒട്ടിപ്പിടിക്കാൻ തുടങ്ങും. ആൻഡ് ഇതിനുശേഷം ഇവളെ വീണ്ടും ജീജിക്ക് സം കൈൻഡ് ഓഫ് ഇലൂഷൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ആൻഡ് ആ ഇലൂഷന്റെ ഇടയിൽ അവസാനം ജീജി ഒരു പ്രോമിസ് കൊടുക്കും ഈ കുട്ടിക്ക്, ഞാൻ എന്നും നിന്റെ കൂടെ തന്നെ കളിക്കും എന്നുള്ള പ്രോമിസ് കൊടുക്കും. ആൻഡ് ഈ പ്രോമിസ് കൊടുത്തു കഴിഞ്ഞതും കംപ്ലീറ്റ് ആയിട്ട് ജീജിയെ മൊത്തമായിട്ട് ഇത് കൺട്രോൾ എടുക്കും, ഇവളെ കൺട്രോൾ എടുക്കും. ആൻഡ് ഇത്രയും നാളായിട്ട് ജീജി ആ വീട്ടിലുണ്ടായിട്ടും എന്തുകൊണ്ട് കൺട്രോൾ എടുത്തില്ല, എന്തുകൊണ്ട് ഈ അറ്റാക്ക് ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതെല്ലാം നിങ്ങൾ വീഡിയോ മുന്നോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അവസാനം എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വീഡിയോ മുന്നോട്ട് കാണാം. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആൻഡ് ജീജി ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആവുന്ന സമയത്ത് ഇവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ മ്യൂക്കസിന്റെ ഇടയിൽ വിട്ട് നിൽക്കല്ലേ, ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കല്ലേ, ആ സമയത്ത് ഈ വേം ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. അല്ല, ഒരു ദിസ് ക്ലോസ് ആയിരിക്കും. ആ വേം അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പഞ്ച് അങ്ങോട്ട് വരും, ഒരു പഞ്ചും ഒരു കിക്കും വരും, ആ വേം ദൂരം പോയിട്ട് വീഴും. ആൻഡ് ഇത് ജീജി ഇത് അറ്റാക്ക് ആയിരിക്കും. ജീജി അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ടാവും. ആൻഡ് ഇവിടെ ജീജി ആയിരിക്കത്തില്ല, ഇവിടെ ഫുൾ കൺട്രോൾ ഈവിളായി എടുത്തിട്ടുണ്ടായിരിക്കും. ജീജിയുടെ ബോഡി മൊത്തമായിട്ട് ഈവിളായി കൺട്രോൾ എടുത്തിട്ടുണ്ടായിരിക്കും. ആൻഡ് കൺട്രോൾ എടുത്തതിന് ശേഷം ആദ്യം പറയുന്നത്, അറ്റ് ലാസ്റ്റ് ദിസ് ബോഡി ഈസ് മൈൻ ആൻഡ് വിത്ത് ഇറ്റ് ഐ വിൽ കിൽ ഓൾ ഹ്യൂമൻസ്. ആൻഡ് ജീജി ഇങ്ങനെ കണ്ടിട്ട് മോമോ കംപ്ലീറ്റ് ആയിട്ട് ഷോക്കായി പോയിണ്ടാവും. ആൻഡ് മോമോ ഷോക്കായത് നോക്കുക, അപ്പൊ തന്നെ ടർബോഗ്രാനി പറയും, പെട്ടെന്ന് തന്നെ നിന്റെ സൈക്കിക് പവേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി തയ്യാറായിക്കോ, ഒരുപാട് നേരം മുഴുകരുതെന്ന് പറയും. എന്നിട്ട് പറഞ്ഞ നാവ് വായക്കുണ്ടാവില്ല, ഈവിളായി അവിടുന്ന് ഒരു കിടിലൻ കിക്ക് അങ്ങോട്ട് കൊടുക്കും. മോമോ മതിലും പൊട്ടിച്ചിട്ട് അപ്പുറത്തൊരു കണ്ടത്ത് പോയി വീഴും. ആൻഡ് അവിടെ പോയിട്ട് ലൂസിഫറിലെ ലാലേട്ടനെ പോലെ തന്നെ അവളുടെ കഴുത്തിൽ കാലങ്ങോട്ട് വെക്കും. ആൻഡ് വെച്ചിട്ട് അപ്പോൾ മോമോ അവിടുന്ന് അലറാൻ തുടങ്ങും, ജീജി നീ എന്നെ കൊല്ലാൻ നോക്കുകയാണെന്ന് അലറാൻ തുടങ്ങും. ആൻഡ് ഇത് കേട്ട് ഈവിളായി റിപ്ലൈ കൊടുക്കുക. ആൻഡ് ചോദിക്കും, നീ ആരോടാ സംസാരിക്കുന്നേ, ഈ ബോഡിയോടോ, ഈ ബോഡി ഇപ്പൊ എന്റെയാണ്, ആൻഡ് ഈ ബോഡി വെച്ച് നിനക്ക് കാണിച്ചു തരാം എന്താ നരകമെന്ന്. പക്ഷെ പെട്ടെന്നായിരിക്കും ആ വേമ് പിന്നെ അങ്ങോട്ട് വരുന്നത്. ആൻഡ് ആ വേമ് വന്നത് ഒരു തരത്തിലുള്ള ഒരു ഇലക്ട്രിക് വേവ് അവിടെ ഉണ്ടാക്കും. ആൻഡ് ഈ ഇലക്ട്രിക് വേവ് ഇവർ രണ്ടുപേരും അറ്റാക്ക് ചെയ്യും. പക്ഷേ ജീജിയുള്ള ഈവിളായി അവിടെ വേറൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ വെച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടും. ആൻഡ് ഈ ബേസ്മെന്റിൽ എത്ര ആൾക്കാരാണോ ബലിയായിട്ടുള്ളത്, ആ ബലിയായിട്ടുള്ള എല്ലാവരുടെയും സ്പിരിറ്റ്സിനെ എടുത്തിട്ട് ഒരു ബോൾ പോലുള്ള രൂപത്തിലാക്കും. ആൻഡ് ആ ബോൾ പോലുള്ള രൂപത്തിനാക്കിയിട്ട് അതൊരു ഫുട്ബോൾ പോലെ ഒരൊറ്റ കിക്ക് ആ വേമിന് അങ്ങോട്ട് വെച്ച് കൊടുക്കും. ആൻഡ് ഈ അറ്റാക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് വേം അവിടുന്ന് പേടിച്ച് വേം തന്നെ തിരിച്ചു ഓടിപ്പോവും. ആൻഡ് ഇതിന് ശേഷം ഇവിടെ ടർബോഗ്രാനി ഒരു വലിയ സസ്പെൻസ് പൊട്ടിക്കും, എന്തുകൊണ്ടാണ് ഈ ഈവിളായി ജീജിയെ ചൂസ് ചെയ്തതെന്ന്. ആൻഡ് എന്തുകൊണ്ടാണ് ആ വേമിന്റെ സൈക്കിക് വേവ്സ് ജീജിയെ അറ്റാക്ക് ചെയ്യാതിരുന്നതെന്നും. ബിക്കോസ് ഹി ഈസ് എ പ്രോഡിജി. ജീജി എത്രയൊക്കെ കളിച്ച് ചിരിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും, എത്രത്തോളം അവൻ ഒന്നും കെയർ ചെയ്യാത്തൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും, അവന്റെ ഉള്ളിലുള്ള സ്പിരിറ്റ് അത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ആണ്. അത് മാത്രമല്ല അവനൊരു അത്ലറ്റ് കൂടെയാണ്, അവന്റെ ബോഡി ഒരു അത്ലറ്റിക് ബോഡി കൂടെയാണ്. ആൻഡ് ഈവളെ ഇപ്പോൾ അത്രയും ഹൈ പവർ ആയിട്ടുള്ള ഒരു സ്പിരിറ്റിന് ഒരു വെസലിനുള്ളിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബോഡിയും അത്രയും പവർഫുൾ ആയിട്ടുള്ള സ്പിരിറ്റും ആയിരിക്കണം. സോ അതുകൊണ്ടാണ് ഈവിളായി ഇവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. ആൻഡ് ഈ സീരീസിലാണെന്നുണ്ടെങ്കിൽ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പിരിറ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് 2-3 പേരേ ഉള്ളൂ. ആൻഡ് തോൽപ്പിക്കാനായിട്ട് ആരുമില്ല. നിങ്ങൾ ഇതിന്റെ മാങ്കം വായിക്കുന്നവരാർക്കും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ആൻഡ് ഇത്രയും പവർഫുൾ ആയിട്ടും ഇത്രയും മാറി നിൽക്കുന്ന ജീജിയെ കണ്ടിട്ടും ആൻഡ് ഈ ടർബോഗ്രാനി പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ടും മോമോ ആകെ ഷോക്കായി നോക്കും, എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് ഒന്നും അറിയാണ്ട് ഇങ്ങനെ ഷോക്കായി നിൽക്കും. പക്ഷെ ഇവിടുന്ന് രക്ഷപ്പെടണമെന്ന് ആലോചിച്ചിട്ട് മോമോ അവിടുന്ന് പോവാൻ നോക്കും. പക്ഷെ അവിടെ ഈവിളായി ആ ബോൾ വെച്ചിട്ട് മോമോനെ അറ്റാക്ക് ചെയ്യും. മോമോ അവളുടെ സൈക്കിക് പവേഴ്സ് വെച്ചിട്ട് ആ ബോളിനെ തടുക്കും. പക്ഷെ ഈ തടുക്കുന്ന സമയം കൊണ്ട് ഈവിളായി അവളുടെ അടുത്തെത്തിയിട്ടുണ്ടായിരിക്കും. അതിന്റെ വന്ന പാടെ തന്നെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പഞ്ച് മോമോക്ക് കൊടുക്കും. പക്ഷെ മോമോ സമൂഹം ആ പഞ്ചിൽ നിന്നും രക്ഷപ്പെടും. പക്ഷെ ഇതിന് ശേഷം ഈവിളായി ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ചെയ്യാൻ നോക്കും. പക്ഷെ ആ അറ്റാക്ക് തടുക്കാൻ വേണ്ടി കറക്റ്റ് സമയത്ത് ഒക്കരും ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് അങ്ങോട്ട് വരും. ആൻഡ് ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ള ഒരു പോസ് അവിടെ ഉണ്ടാവും, രണ്ടുപേരുടെയും കാലും തമ്മിൽ കൂട്ടിമുട്ടുന്നത്. ആൻഡ് വന്ന പാടന്നെ ഒക്കരും പറയും, നീ മോമോ ചാനെ അറ്റാക്ക് ചെയ്ത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും. പക്ഷെ ജീജി അതൊന്നും കേൾക്കാണ്ട് വീണ്ടും അവന്റെ ബോൾ എടുത്ത് ആ ഒക്കറിനെയും മോമോയെ അടിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ ഒക്കറിന് അവിടുന്ന് വേഗം തന്നെ മോമോനെ എടുത്തിട്ട് ഓടും. ആൻഡ് ഇത് കണ്ടിട്ട് ഈവിളയാകെ ഷോക്കാവും. കാരണം ഇവനും യൊക്കായി ആണ്, അതുപോലെ തന്നെ ടർബോഗ്രാനി യൊക്കായി ആണ്,
ഒക്കറിനും യൊക്കായിയാണ്. പക്ഷെ ടർബോഗ്രാനിയും അതുപോലെ തന്നെ ഒക്കറിനും ഒരു ഹ്യൂമനെ രക്ഷിക്കാൻ നോക്കുന്നത്. ഇത് കണ്ടിട്ട് ജി ആകെ കൺഫ്യൂസ്ഡ് ആവും. ഐ മീൻ ഇവളെ ആ കൺഫ്യൂസ്ഡ് ആവും. ആൻഡ് ഇവരെ പിന്നാലെ തന്നെ പോകും. ഒക്കറിന് ഇവിടെ ഫൈറ്റ് എടുക്കേണ്ടതായിരിക്കും, പക്ഷെ മോമനെ രക്ഷിക്കാൻ വേണ്ടി പോകും. കാരണം അതിന്റെ ഉള്ളിൽ സം കൈൻഡ് ഓഫ് ഒരു പോയിസൺ ഓക്സിജൻ ആയിരിക്കും ഉണ്ടാവുക, ഈ വേമ് പുറപ്പെടുവിച്ചത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പെട്ടെന്ന് പോകണമായിരിക്കും. അതുകൊണ്ട് തന്നെ ഒക്കറിന് അവളെ എടുത്തിട്ട് പെട്ടെന്ന് പോകും. ആൻഡ് ഇവിടുന്ന് ഒക്കരം മോമോടുത്ത് പറയും, നീ ഇവിടുന്ന് പോരാ, എനിക്ക് കറക്റ്റായിട്ട് അവനെ ഫൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അവനെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആദ്യമൊന്നും മോമോ സമ്മതിക്കില്ലെങ്കിലും അവസാനം മോമോ സമ്മതിച്ചിട്ട് ഒരു സം കൈൻഡ് ഓഫ് സോഫ ഉണ്ടാക്കും. ആൻഡ് ആ സോഫയിൽ വെച്ചിട്ട് ഇവളെ ആ ബേസ്മെന്റിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് അയക്കും. ആൻഡ് സംഭവം മോമോയും ആ ബേസ്മെന്റിനുള്ളിൽ നിന്ന് പുറത്തോട്ട് കടക്കും. ആൻഡ് മോമോ അവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷമായിരിക്കും ഈവളൈ വേഴ്സസ് ഒക്കർ എന്നുള്ള ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് മോമോ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയും ഇവർ രണ്ടുപേരെയും പുറത്ത് കൊണ്ടുവരണം എന്ന് ആലോചിച്ചിട്ട് പല വഴിയും നോക്കും. പക്ഷെ അവസാനം എലിയെ പേടിച്ച് ഇല്ലം ചുടാന്ന് പറഞ്ഞ പോലെ തന്നെ ഇവളാ മൊത്തം വീടിന് തീ വെക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ തീ വെച്ച് കഴിഞ്ഞാൽ ഫയർഫോഴ്സ് വരും. ഫയർഫോഴ്സിന്റെ അടുത്താണെന്നുണ്ടെങ്കിൽ ആ നീളമുള്ള പൈപ്പ് ഉണ്ടാവും. ആ നീളമുള്ള പൈപ്പ് നേരെ ആ ബേസ്മെന്റ് അടി കൂടെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കും കയറി വരാം. അതുകൊണ്ടായിരിക്കും ഇവള് വീടിന് തീ വെച്ചിട്ടുണ്ടായിരിക്കുക. പക്ഷെ ഇവൾ എത്ര കാലറി വിളിച്ചിട്ടും ആരും വരുന്നുണ്ടാവില്ല റെസ്ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിനുശേഷം നമുക്കൊരു ഫുൾ ചാപ്റ്റർ മൊത്തം ഫൈറ്റ് ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക, ജി വേഴ്സസ് ഒക്കർ എന്നുള്ളത്. ആൻഡ് എങ്ങനെയാണ് ഒക്കറും ജിയെ തോൽപ്പിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഷോക്ക് ആവും. അതിന്റെ ഫൈറ്റ് തുടങ്ങി ഒക്കറിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങും. കാരണം ജി സ്വന്തമായിട്ടും അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും, ഒപ്പം തന്നെ ആ ബോൾ വെച്ച് അറ്റാക്ക് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ആദ്യമൊക്കെ ഇവളെ ഒക്കറിന് ഒരു മയോല്ലാണ്ടിട്ട് പെരുമാറുന്നുണ്ടാവും. ഒക്കറിനെ അടിച്ചൊരു പരിവാക്കി ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ഒക്കറിനെ കാണിക്കും. ഒക്കറിനാണെന്നുണ്ടെങ്കിൽ ഛർദിച്ചിട്ടുണ്ടാവും, അതായത് രക്തം ഛർദിക്കുന്നുണ്ടാവും. ആൻഡ് ഇത് കണ്ടിട്ട് ഇവളെ പറയും, നീ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്ന് പറയും. പക്ഷെ ഇത് പറയുമ്പോൾ അവന്റെ മൂക്കിന്ന് രക്തം വന്നുകൊണ്ടിരിക്കും. ആൻഡ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേം അപ്പോഴും അവിടെ പോയിസൺ വിട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ആൻഡ് ഈ പോയിസൺ രണ്ടുപേരുടെയും ബോഡി നന്നായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ടാവും. ആൻഡ് അതുകൊണ്ട് തന്നെ ഈവളായി ഇവിടെ തീരുമാനിക്കും പെട്ടെന്ന് തന്നെ ഇത് തീർക്കണമെന്ന്. ആൻഡ് തീരുമാനിക്കുക മാത്രമല്ല അത് ചെയ്തും കാണിക്കും. ബോൾ വെച്ചിട്ട് ഒക്കറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് ഒക്കറിന് ഏതൊക്കെ ഡയറക്ഷനിലാണ് പോകുന്നത് ആ ഡയറക്ഷനിലൊക്കെ ബോൾ പോകുന്നുണ്ടാവും. ആൻഡ് അങ്ങനെ അവസാനം ആ ബോൾ പോയി ഒക്കറിനെ ഒരു ബോക്സിന്റെ ഉള്ളിൽ അടച്ചു വെക്കും. ആൻഡ് ആ ബോക്സിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരാൻ ഒക്കറും മൊത്തം ശക്തി എടുത്തിട്ടും പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഈവളാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് ആ ബോക്സിന്റെ ഉള്ളിലോട്ട് കയറും. ആൻഡ് ഉള്ളിലോട്ട് കയറിയതും ഈവളായി ഒക്കറിനോട്ട് പെരുമാറാൻ തുടങ്ങും, പഞ്ചോട് പഞ്ച്. പക്ഷെ ഒക്കറും വിട്ടു കൊടുക്കുന്നുണ്ടാവില്ല. ഒക്കറും ഭയങ്കരമായിട്ട് അവന്റെ മൊമോചാനും വേണ്ടും ജിജിക്കും വേണ്ടി താഴത്തില്ലടാന്ന് പറയുന്ന പോലെ തന്നെ അവിടെ കയറി നിൽക്കും. ആദ്യമൊക്കെ ഇവളതിന്റെ പഞ്ചസ് ഒക്കറും ഡോഡ്ജ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ഒരു സം കൈൻഡ് ഓഫ് ഡിഫെൻസീവ് അറ്റാക്ക് ഒക്കറും പഠിച്ചിട്ടുണ്ടാവും. ആ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഓരോ പഞ്ചസും ഓരോ സെക്കൻഡ് പോലും സമയം കൊടുക്കാണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇവളേക്കൊന്ന് കണ്ണ് ചിമ്മാൻ പോലും സമയം ഉണ്ടാവില്ല, അത്രയും സ്പീഡിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ അവസാനം പവർഫുൾ ആയിട്ടൊരു പഞ്ച് കൊടുക്കും. ഈ പഞ്ചിൽ ആ ബോക്സും പൊട്ടിച്ചിട്ട് ഇവളായി പുറത്തു പോയിട്ട് വീഴും. എണ്ണി 20 പഞ്ചസ് 2 പ്രാവശ്യമായിട്ട് മൊത്തം 40 കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഇങ്ങനെ ഒക്കറിനോടെ ജയിക്കും. ആൻഡ് ജയിച്ചെങ്കിലും അവൻ ആകെ കുഴഞ്ഞു വീഴും. ആൻഡ് കുറച്ചതിന് ശേഷം അവൻ വീണ്ടും എഴുന്നേക്കും. ആൻഡ് എഴുന്നേറ്റതിന് ശേഷം ജി അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ജി എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി നോക്കും. അപ്പോഴായിരിക്കും ടർബോ ഗ്രാനിയുടെ വോയിസ് അവിടെ താഴ്ന്ന് കേൾക്കുക. ടർബോ ഗ്രാനി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ആ മ്യൂക്കസിന്റെ ഉള്ളിലായിരിക്കും, ആ വേമ് പുറപ്പെടുവിച്ച മ്യൂക്കസിന്റെ ഉള്ളിൽ ഒട്ടിപ്പിടിച്ച് കിടക്കായിരിക്കും. ആൻഡ് എപ്പോഴും ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്ന ടർബോ ഗ്രാനി ഇപ്രാവശ്യം ആരും രക്ഷിക്കാൻ വരുന്നില്ല എന്നുള്ളൊരു ഇതില് അവിടെ കിടന്നിട്ട് കെഞ്ചാൻ തുടങ്ങും. ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം എന്നുള്ള ലെവലിൽ കെഞ്ചാൻ തുടങ്ങും. ആൻഡ് പെട്ടെന്ന് ഒക്കറിന് അവിടെ എത്തിയപ്പോ ആ ടർബോഗ്രാനിയുടെ മുഖം ഒന്ന് കാണായിരുന്നു. ഇതിന് ശേഷം ടർബോഗ്രാനിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് ഒക്കറും ശ്രമിക്കും. അത് ഇതിനും വലിയ കോമഡി. ഒരു പലകയുടെ ആ മ്യൂക്കസിന്റെ മുകളിൽ കൂടെ പോയിട്ട് രക്ഷിക്കാൻ നോക്കും. അവസാനം ആ പലകയും വീണിട്ട് ഒക്കറിനും അതിന്റെ ഉള്ളിൽ തന്നെ വീഴും, ആ മ്യൂക്കസിൽ ഒട്ടിപ്പിടിച്ചിരിക്കും. ആൻഡ് ഇവർ രണ്ടുപേരും ഹെൽപ്പിന് വേണ്ടിട്ട് മോമോചാനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇപ്പൊ ഒക്കറിന്റെ അടുത്ത് വീണ്ടും എനർജി ഉണ്ടായിരിക്കത്തില്ല, വീണ്ടും ട്രാൻസ്ഫോം ആവാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിനുശേഷം നമുക്ക് മോമോനെ കാണിക്കും. മോമോന്റെ പ്ലാൻ സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും. ഫയർ ഫൈറ്റേഴ്സും ഫയർഫോഴ്സും എല്ലാവരും അവിടെ വന്നിട്ടുണ്ടായിരിക്കും ഇവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതായത് തീ അണക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പെട്ടെന്ന് തന്നെ അവിടെ എർത്ത് ഉണ്ടാവാൻ തുടങ്ങും. എർത്ത് ഉണ്ടാവാൻ തുടങ്ങിയതിന് ശേഷം ആ വലിയ വേം, അതായത് അണ്ടർ ബേസ്മെന്റ് നിന്ന് പുറത്തോട്ട് ഗ്രൗണ്ടിലോട്ട് വരും. ആൻഡ് ഇത് എങ്ങനെയാ പുറത്തോട്ട് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ വേംസ് എല്ലാം ശ്വസിക്കുന്നത് മണ്ണിൽ നിന്നാണ്. ആൻഡ് ആ മണ്ണിൽ തന്നെ വെള്ളം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ശ്വസിക്കാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് മഴക്കാലത്ത് വേംസ് എല്ലാവരും പുറത്തോട്ട് വരുന്നത്. ആൻഡ് ഇത് മോമോക്ക് അറിയാമായിരുന്നു. സോ മോമോ ഇതും കൂടി ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫയർഫോഴ്സിന് വരുത്തിക്കാനുള്ള പ്ലാൻ ഉണ്ടാക്കിയത്. സോ അവള് വെള്ളം ഉള്ളിലോട്ട് ഇട്ടു, അതായത് ഫയർഫോഴ്സ് വെള്ളം ഉള്ളിലോട്ട് ഇട്ടുകൊണ്ട് തന്നെ ഈ വലിയ വേം പുറത്തോട്ട് വന്നു. പക്ഷെ പുറത്തോട്ട് വന്ന വേംസ് സൺലൈറ്റ് കാരണം അത് അങ്ങനെ തന്നെ നശിച്ചു പോകുന്നുള്ള കാര്യം മോമോക്ക് അറിയുന്നുണ്ടാവും. അത് ഒക്കരം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ആ കാര്യം മോമോക്ക് അറിയുന്നതുകൊണ്ട് അതും കൂടി ഇംപ്ലിമെന്റ് ആകും കൂടെ. സോ ഈ വേം പുറത്തോട്ട് വരും. അതിന്റെ പുറത്തോട്ട് വന്ന വേമിന്റെ ശരീരം തന്നെ പൊള്ളാൻ തുടങ്ങും, അതായത് സൺലൈറ്റ് കൊണ്ട് പൊള്ളാൻ തുടങ്ങും. അതിന്റെ സൺലൈറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ വേം ആണെന്നുണ്ടെങ്കിൽ ആ വീടിന്റെ പിന്നിൽ പോയിട്ട് ഒളിച്ചിരിക്കും. അപ്പൊ മോമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ഫയർഫോഴ്സിന്റെ ആ വലിയ സാധനം എടുത്തിട്ട്, അതായത് വെള്ളം ചീറ്റുന്ന സാധനം എടുത്തിട്ട് ആ മൊത്തം വീട് തന്നെ തല്ലിപ്പൊട്ടിക്കും. ആൻഡ് ഇത് കാരണം തന്നെ ആ സൺലൈറ്റ് മൊത്തമായിട്ട് ഈ വേമിന്റെ തട്ടും ആൻഡ് ഈ വേം അവിടെ മരിക്കും. അതായത് വേം മൊത്തമായിട്ട് പൊള്ളി മരിക്കും. ആൻഡ് ഇത് മരിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ട് മോമ അവിടെ കിടന്ന് തൊട്ടെല്ലാം നോക്കും. പക്ഷെ ഇങ്ങനെ തൊട്ടെല്ലാം നോക്കുമ്പോഴായിരിക്കും ഈ വേം ഇങ്ങനെ കിടന്ന് അനങ്ങാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മോമ പേടിക്കും. പക്ഷെ ഈ വേം തിന്ന ആൾക്കാരെല്ലാം ഛർദ്ദിച്ചിട്ടുണ്ടാവും. അതിൽ ആ ഫാമിലി ഉണ്ടായിരിക്കും, ജിജിയുടെ വീട് രണ്ടിന് കൊടുത്ത ഫാമിലി. ആൻഡ് ഇതിലുള്ള ഈ കളയി പറയും നീയാണ് ഇതിലെല്ലാം കാരണം, നീ കാരണമാണ് ഇപ്പൊ ഇതെല്ലാം ഉണ്ടായെന്ന് പറയും. പക്ഷെ ഇവര് പറഞ്ഞതിലും കാര്യമുണ്ടെന്നുള്ള പോലെ ഈ കളവി പറഞ്ഞ പോലെ തന്നെ ആ വേമ് മരിച്ചതിന് ശേഷം അവിടെ വോൾക്കാനോ ഇറപ്ഷൻ ഉണ്ടാവും. അതായത് അവിടുത്തെ അഗ്നിപർവ്വതം പൊട്ടാൻ തുടങ്ങും. ആൻഡ് ഇത് കണ്ടിട്ട് മോമാകെ ഷോക്കാവും. കാരണം ഇത്രയും നാൾ ഇവര് പറയുന്നതെല്ലാം ഇവിടെ ഒരു പൊട്ടത്തരം പോലെയായിരുന്നു ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവിടെ എന്താണ് അന്ധവിശ്വാസം, എന്താണ് റിയാലിറ്റി എന്നൊന്നും മോമക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. പക്ഷെ മോമ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ചുപോയ വേമില്ലേ, ആ വേമിനെ എടുത്തിട്ട് ആ വേമിന്റെ ഉള്ളിൽ നിന്ന് ഒരു സംബന്ധിച്ചുള്ള മ്യൂക്കസ് വരുന്നുണ്ടാവും, ഞാൻ പറഞ്ഞില്ലേ, ആ മ്യൂക്കസ് കൊണ്ട് ഈ വോൾക്കാനോ ഇറപ്ഷൻ തടുക്കാൻ വേണ്ടി നോക്കും. ആൻഡ് സംഹൗ ആ ഒരു ലിക്വിഡ് കാരണം തന്നെ ഈ വോൾക്കാനോ ഇറപ്ഷൻ നിന്ന് പോകും. പക്ഷെ ഇങ്ങനൊന്നും ചെയ്തത് ആ ഫാമിലിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മോമോയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഈ ഫാമിലി ശ്രമിക്കും. ആൻഡ് ഇവരിങ്ങനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ വേറൊരു ക്യാരക്ടർ അങ്ങോട്ട് വരിക. ആൻഡ് ഈ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു യൂട്യൂബർ ആവാൻ നോക്കുന്ന ക്യാരക്ടർ ആയിരിക്കും. ആൻഡ് ഇവന്റെ മാസ്റ്റർ ആയിരിക്കും നമ്മുടെ മോമോയുടെ ഗ്രാനി. എന്റെ വാൾക്കോന ഇറപ്ഷൻ കാരണം അവിടെ കാട്ടുതീ പടർന്നുണ്ടാവും. ആൻഡ് ഈ വേമിന്റെ ബാക്കിയുള്ളത് എടുത്തിട്ട് അവള് ആ കാട്ടുതീ അണക്കാൻ നോക്കും. പക്ഷെ ആ വേമ് 2 കഷ്ണമായി പോകും ഇവിടെ. ആൻഡ് ഇത് ഈവിളായി ചെയ്തായിരിക്കും. ആൻഡ് ഈവിളായി വന്ന പാട് തന്നെ ആ ഫാമിലിക്ക് ഇട്ട് നന്നായിട്ട് കൊട്ടാൻ തുടങ്ങും, നന്നായിട്ട് അടിച്ച് പരുത്താൻ തുടങ്ങും. ആൻഡ് ആ തള്ളയെ നല്ലൊരു പഞ്ച് കൊടുക്കും. ആൻഡ് ഭയങ്കരമായിട്ടുള്ള ഒരു കിക്കും കൊടുത്തിട്ട് അവളെ കൈ ഒടിയും. ആൻഡ് ആ തള്ളയെ കൊള്ളാനുള്ള രീതിക്കുള്ളൊരു കിക്ക് ചെയ്യാൻ വരുമ്പോ മോമോ ഒന്ന് രക്ഷിക്കും. ആൻഡ് ഇതിനുശേഷം ഈ യൂട്യൂബർ ആവുന്നുള്ള പയ്യൻ വന്നിട്ട് തൊടാൻ നോക്കും ഈവിളായി ഒറ്റ അറ്റാക്കിൽ തന്നെ അവനെ നിലംപരിശാക്കും. ആൻഡ് ഇപ്പൊ അവർക്ക് കാര്യം മനസ്സിലാവും, ഈവിളായി നിന്ന് ഇവർക്ക് 3 പേർക്കും ഒരുമിച്ച് ഫൈറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം മനസ്സിലാവും. ആൻഡ് ഇവര് 3 പേരും ഇവളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാനൊക്കെ നോക്കും. പക്ഷെ 3 പാനല്, അതെ 3 പാനലേ കാണിക്കത്തുള്ളൂ. ആ 3 പാനലിലും ഇവരെ 3 പേരെ നിലംപരിശാക്കും. ആൻഡ് മോമോയെ അടിക്കാൻ വേണ്ടി വരുമ്പോഴായിരിക്കും അവിടെ മോമോയുടെ ലക്ക് കാരണം എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടിട്ട് ക്രാബ് വരുന്നത്. ഈ ക്രാബ് ബോക്സിംഗ് ക്രാബ് ആണ്, ഇതിനെ നിങ്ങൾ സീസൺ 1 കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഈ ക്രാബ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നുണ്ടാവും. ഗ്രാൻഡ്മ അവിടെ വരുന്നുണ്ടാവും. മോമോയുടെ ഗ്രാൻഡ്മയും അങ്ങോട്ട് വരും. മോമോയുടെ ഗ്രാൻഡ്മ എത്രത്തോളം പവറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ മോമോയുടെ ഗ്രാൻഡ്മയ്ക്ക് പോലും ഒറ്റക്ക് നിന്നിട്ട് ഇവളയെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ആൻഡ് സംഭവം ഒരു പ്ലാൻ ഉപയോഗിച്ചിട്ടായിരിക്കും ഇവളയെ പിടിക്കുന്നത്. ടാറോയുടെ ബോഡി ഫുള്ളായിട്ട് പാട്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിലായിരിക്കും ഇവളയെ അവർ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. അതല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കത്തില്ല. ആൻഡ് ഈ പ്ലാനിന്റെ കാര്യം ഇവളേക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇവളായി ട്രാപ്പ് ആയി പോയത്. ആൻഡ് ഇനി മുന്നോട്ട് എന്തൊക്കെ നടക്കുന്നു അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ പറയാം. കാരണം എനിക്ക് അറിയത്തില്ല എത്ര പേര് ഡാൻ കാണുന്നവരുണ്ടെന്നുള്ളത്. സോ നിങ്ങൾക്ക് അടുത്ത പാട്ട് വേണമെന്നുണ്ടെങ്കിൽ താഴെ പറയാം. ഇതൊരു എക്സ്പെരിമെന്റൽ വീഡിയോ ആണ്. സോ ഞാനൊന്ന് ഇട്ട് നോക്കുന്നു, വർക്കായി. സോ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.